ഹലോ, അപ്പം എന്ന് വന്നിരിക്കുന്ന കുറച്ച് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടാണ്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്. നമ്മുടെ പ്രഭാസിന്റെ സഹോ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. സുജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സുജിത്ത് ഇതൊരു യൂണിവേഴ്സ് ആക്കിയിട്ട് മറ്റൊരു സിനിമ പുറത്തിറക്കിയിരിക്കുകയാണ്. OG എന്ന് പറഞ്ഞ സിനിമ. പവൻ കല്യാണാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും സഹോ എന്ന് പറഞ്ഞ സിനിമയുടെ റെഫറൻസ് ഒക്കെ OG സിനിമയിൽ ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ പടത്തിന് ഒരു സംഭവം കുലുക്കാൻ പറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് 35 ലക്ഷമാണ് OG മൂവീസ് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും OG കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണം അഭിപ്രായങ്ങൾ. നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ കരിയറിൽ ഒരു സിനിമ പോലും വലിയൊരു മോശമായ അഭിപ്രായങ്ങൾ കാണാൻ സാധിച്ചില്ല നമുക്ക്. എന്നാൽ ഇപ്പൊ അതാ കരം എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ദുരന്തമാവാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ 100% എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 1,10,00,000 കാണാൻ സാധിക്കുന്നത്. വളരെ മോശമായ ഒരു കളക്ഷനാണ്. വിനീത് ശ്രീനിവാസൻ ഇതുവരെ വന്ന സിനിമകളിലൊക്കെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വളരെ മോശമായ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് കളക്ഷൻ വൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മറ്റൊരു സിനിമയാണ് വള എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ ലൂക്ക്മാൻ അഭിനയിച്ച മലയാള സിനിമ. 10 ദിവസം കൊണ്ട് 96 ലക്ഷമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ്. മറ്റൊരു ഷെയ്ൻ നിഗം സിനിമയാണ് ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. നല്ല പോസിറ്റീവായ അഭിപ്രായങ്ങളാണ് ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. 3,23,00,000 കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ബൾട്ടി എന്ന് പറഞ്ഞ ഷെയ്ൻ നിഗം സിനിമ കരസ്ഥമാക്കിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. മറ്റൊരു ജിത്തു ജോസഫ് സിനിമയാണ് മിറാജ് എന്ന് പറഞ്ഞ ആസിഫ് അലി അപർണ ബാലമുരളി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും മിറാജ് എന്ന് പറഞ്ഞ സിനിമ 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 5,17,00,000 കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ലാലട്ടൻ സത്യനന്ദിക്കാട് സിനിമേന്റെയാണ്. സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കഴിഞ്ഞ് 32 ദിവസം കൊണ്ട് 42 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ അഭിനയിച്ച നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ 32 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 111 കോടി അതുപോലെ തന്നെ 68 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. സിനിമേന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 288 കോടിയിലോട്ട് പോവുകയാണ് ഫൈനലായിട്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കൊരു 300 കോടി പോസ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മലയാളത്തിൽ നിന്ന് നമ്മുടെ ലോക സിനിമയുടെ ഭാഗത്ത് നിന്ന് കാത്തിരിക്കാം നമുക്ക് ഒരു കിണ്ണം പോസ്റ്ററിനായിട്ട്. എന്തായാലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കേണ്ടി ചെയ്യാൻ നമുക്ക് ലോകയും അതുപോലെ തന്നെ മറ്റ് സിനിമകളെയും കിടിലൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിനു പക്ഷേ എല്ലാവരും കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.